ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പെയിൻറ്റിങ് ഒരു ഫോറസ്റ്റ് സ്ട്രീമാണ്, ഒരു കാട്ടരുവിയുടെ പറ്റിയുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അവസാനം വരെ കാണുക. വാട്ടർ കളറിലെ ചില ഈസി ടെക്നിക്കുകൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നതായിരിക്കും. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന കളർ camel ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. 300 GSMൻ്റെ കോൾഡ് പ്രസ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ ശ്രമിക്കുന്നത് അതിലെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ്. അതിലെ മരങ്ങൾ ആണ് വരയ്ക്കാൻ ശ്രമിക്കുന്നത്. ആ സെൻട്രൽ ഭാഗത്ത് കുറച്ച് യെല്ലോ കൊടുത്തിരിക്കുന്നത് ഒരു ഡിസ്റ്റൻസുള്ള മരങ്ങൾ കുറച്ചുകൂടി പ്രകാശം തെളിഞ്ഞതായി കാണാൻ വേണ്ടിയാണ്. അടുത്തോട്ട് വരുമ്പോഴും കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് ഇത് കാണുന്നത്. നിലം വരക്കുകയാണ്. അപ്പോൾ അതിൽ കുറച്ച് സ്ട്രീമിൻ്റെ ഭാഗങ്ങൾ വൈറ്റായിട്ട് അവിടെ ഒഴിച്ചു വിടുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മരങ്ങൾ വരുന്നുണ്ട്. മരങ്ങൾ മുഴുവനായും വരക്കാതെ അതിൻ്റെ ചില ശാഖകളും ആ മെയിൻ ഭാഗവും വരച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇലകളെ കൊണ്ട് നിറയ്ക്കുകയാണ്. ഒരുപാട് ഡീറ്റെയിൽസ് ഇല്ലാതെയാണ് വരക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഡീറ്റെയിൽസ് വളരെ കുറഞ്ഞ രീതിയിൽ ഒരു സിമ്പിൾ വാഷിൽ പെയിൻറ്റിങ് തീർക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ പെയിൻറ്റിങ് തീരുന്ന രീതിയിലാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ഇതിനുപയോഗിച്ചിരിക്കുന്ന കളർ, മരത്തിൻ്റെ ബ്രാഞ്ചസിനും ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന കളറ് ബ്രൗണും റെഡും കൂടി മിക്സാക്കിയ ഒരു കളറാണ് ഇനീഷ്യൽ വാഷിന് കൊടുത്തിരിക്കുന്നത്. അത് അത്ര ക്ലാരിറ്റി ഒന്നും ഇല്ലാതെ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് അല്ലാതെ വളരെ സിമ്പിളായിട്ട് വാഷ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കൂടുതൽ റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അതിൽ ഒരുപാട് കളർ ആഡ് ചെയ്ത് അതിലെ ട്രാൻസ്പാരൻസി പോകുന്നത് കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് വലിയ ബ്രഷ് ഉപയോഗിച്ച് തന്നെയാണ് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഇലയും തോന്നിക്കുന്നതിന് പകരം മൊത്തത്തിൽ ഒരു മരത്തിൻ്റെ ഒരു അപ്പിയറൻസ് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ കുറച്ച് വയലറ്റ് കളർ കൊടുത്തു ആ വെള്ളം വരുന്നത് പോലെ തോന്നിക്കാൻ വേണ്ടി, ഒരു വെള്ളച്ചാട്ടം പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് വയലറ്റ് കളർ കൊടുത്തു. മുകളിൽ നിന്ന് താഴോട്ടേക്കുള്ള സ്ട്രോക്കുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നിലം വരക്കലാണ്. ഈ മരങ്ങൾക്കിടയിലൊക്കെ കുറച്ച് ഭൂമിയുണ്ട്, അതിൻ്റെ ഇടയിലൂടെ കുറച്ച് വെള്ളവും പോകുന്നുണ്ട്. അപ്പോൾ അത് വരക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ സെക്കൻഡ് ഷെയ്ഡിങ്ങിൽ സെക്കൻഡ് വാഷിൽ ആദ്യം കൊടുത്തത് സാപ്പ് ക്രീം മാത്രമായിരുന്നു. ഇപ്പോഴത്തേതിൽ കുറച്ചുകൂടി ഡാർക്ക് ഗ്രീൻ കൊടുക്കുകയാണ്. കുറച്ച് ബ്രൗൺ കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ആവശ്യമുള്ളത് അടുത്തുള്ള മരങ്ങൾക്കൊക്കെ, കൂടുതൽ അടുത്തുള്ള മരങ്ങൾക്കൊക്കെ അടിഭാഗത്തുള്ള ഇലകൾ ഡാർക്കായിരിക്കും. അപ്പോഴേ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുള്ളൂ, ദൂരെയുള്ളതും അടുത്തുള്ളതും തമ്മിലുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരു സെക്കൻഡ് വാഷ് മരങ്ങൾക്ക് കൊടുക്കുകയാണ്, മരത്തിൻ്റെ ഇലകൾക്ക്. സെക്കൻഡ് ഷെയ്ഡിൽ കുറച്ചുകൂടി ഡാർക്കർ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ഗ്രീനും ക്രിംസണൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓരോ പെയിൻറ്റിങ്ങിലും ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സിങ് പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. അതുപോലെ ഞാനും ചെയ്യാറുണ്ട്. ചിലപ്പോൾ അത് ഭംഗിയായിട്ട് വരും, മറ്റു ചിലപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഇങ്ങനെ വെറൈറ്റി ഓഫ് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ പെയിൻറ്റിങ്ങിലും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതൊക്കെ യൂസ് ചെയ്താലാണ് കൂടുതൽ ഭംഗി, ഈ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഏതാണ് അപ്പിയറൻസിന് ഏറ്റവും നല്ലതെന്ന്. അപ്പം മരങ്ങളൊക്കെ റഫ് വാഷാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇലകൾക്കൊക്കെ അത്ര ഹൈപ്പർ ഡെഫിനിഷൻ ഇല്ലാതെ തന്നെ റഫായിട്ടുള്ള ഒരു വാഷ് ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ അതിൻ്റെ ബ്രാഞ്ചുകൾ തോന്നിക്കുന്ന രീതിയിൽ ആണ് വരക്കുന്നത്. ഇപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിംസണും
അൾട്രാമറൈൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്തൊരു കളർ വെച്ചിട്ടാണ് ഞാൻ മരങ്ങൾ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് വാഷിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അതേ കളർ തന്നെ കൊടുക്കാമായിരുന്നു. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വെള്ളം വരക്കാതെ തന്നെ ഒരു വെള്ളം ഒഴുകുന്ന ഫീലിംഗ്, ആ ഭാഗം വരക്കാതെ തന്നെ അവിടെ ഒഴിച്ചു വിട്ടിട്ട് തന്നെ ആ വെള്ളം ഒഴുകുന്ന ഒരു ഫീലിംഗ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഒരു വാട്ടർ കളറിൻ്റെ മെയിനായിട്ടുള്ള മെത്തേഡ്. നമ്മൾ ഒഴിച്ചുവിട്ട ഭാഗം വരക്കാതെ തന്നെ അത് ഒരു സബ്ജക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. മറ്റു പെയിൻറ്റിങ്ങുകളിൽ വ്യത്യസ്തമായിട്ട് വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഇത് അക്രിലിക് ഓയിൽ പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വൈറ്റ് ഉപയോഗിച്ച് തന്നെ വരക്കാം. പക്ഷേ ഇതിൽ വൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ടാണ് വൈറ്റ് ഒഴിച്ചു വിടുന്നത്. ഇടയ്ക്ക് ഈ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തുള്ള നിലവും അവിടുത്തെ പുല്ലുകളൊക്കെ വരയ്ക്കുകയാണ്. കുറച്ചുകൂടി ഡാർക്കർ ആക്കിയിട്ടുണ്ട് അടുത്തുള്ള ഭാഗങ്ങൾ, ആ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. രണ്ട് വാഷ് കഴിഞ്ഞിട്ടും ഒരു കോൺട്രാസ്റ്റ് വരുന്നില്ലെങ്കിൽ നമുക്കൊരു വാഷ് കൂടി ചെയ്യുന്നതിൽ തെറ്റില്ല. മൂന്നാമത്തെ വാഷ് അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ഡാർക്കർ കളർ യൂസ് ചെയ്തിട്ട് തേർഡ് വാഷ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുഴുവനായും കൊടുക്കാതെ കുറച്ച് ഷാഡോസ് വരുന്ന ഭാഗങ്ങളിലാണ് കൂടുതലും കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പെയിൻറ്റിങ് ഇനിയും വാട്ടർ കളറിൻ്റെ വ്യത്യസ്ത മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പെയിൻറ്റിങ്ങുകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കുറച്ച് ഓറഞ്ച് കളർ കൂടി ആഡ് ചെയ്യുകയാണ്. കുറച്ചൊരു ലൈറ്റ് അപ്പിയറൻസ് വരുത്താൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓറഞ്ച് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഏത് പുല്ലിലോ അല്ലെങ്കിൽ ഗ്രാസിലോ അല്ലെങ്കിൽ മരങ്ങൾ വളരുന്ന സ്ഥലത്തോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും വെറും ഗ്രീൻ മാത്രമായിരിക്കില്ല. കുറച്ച് യെല്ലോ, കുറച്ച് ബ്രൗണ്, കുറച്ച് റെഡ്, അങ്ങനെ പല മിക്സും ചേർന്നിട്ടാണ് കാണുക. ഇനിയിപ്പോൾ ഗ്രീൻ തന്നെയാണെങ്കിലും നല്ല ഏർലി മോർണിംഗ് സൂര്യപ്രകാശം ആണെങ്കിൽ കുറച്ചൊരു റെഡിഷ് ആയിട്ടാണ് അല്ലെങ്കിൽ യെല്ലോയിഷ് ആയിട്ടാണ് ഇലകൾ കാണുക. അപ്പോൾ അതുകൊണ്ടാണ് ആ നിലത്തിൻ്റെ ഭാഗം അങ്ങനെ കുറച്ച് കളർ വ്യത്യാസത്തിൽ കൊടുത്തിരിക്കുന്നത്. മരങ്ങളും അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെങ്കിൽ ഇതൊരു ഫോറസ്റ്റ് ആയതുകൊണ്ട് അധികം അങ്ങനത്തെ കളർ അപ്ലൈ ചെയ്തിട്ടില്ല. ഇതൊരു സിമ്പിൾ ഫാസ്റ്റ് വാഷ് ആയിട്ടുള്ള വാട്ടർ കളറാണ്. സിമ്പിൾ 2-3 വാഷ് കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന വാട്ടർ കളറാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഓവറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ആ സ്ട്രീമിൻ്റെ ഇടയിൽ കുറച്ച് കല്ലുകൾ കാണിക്കുകയാണ് ഒരു 3D ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ പെയിൻറ്റിങ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.